PM ശ്രീയെ ചൊല്ലി വീണ്ടും CPI-CPIM പോര്. ഇടതുപക്ഷ രാഷ്ട്രീയം പഠിക്കേണ്ട ഗതികേട് CPIM-നില്ല എന്ന് വി ശിവൻകുട്ടി. SSKയുടെ 1300 കോടി കിട്ടിയില്ലെങ്കിൽ ഉത്തരവാദി താനല്ല. PM ശ്രീ വിഷയത്തിൽ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയം, ജനവിധത്തിലുള്ള വാർത്തയാണ് വിനയ വിശ്വം. അത് താഴോട്ട് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആരെ പറ്റിയാണ് എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് സംബന്ധിച്ച് നന്നായി മനസ്സിലാവും. നമ്മളൊന്നും മണ്ടന്മാരൊന്നുമല്ലല്ലോ. ശിവൻകുട്ടിയെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടത് MV ഗോവിന്ദൻ എന്ന ബിനോയ് വിശ്വത്തിന്റെ തിരിച്ചടി. PM ശ്രീയെയും SSKയും കൂട്ടിക്കെട്ടുന്നത് BJP രാഷ്ട്രീയമെന്നും ഗുരുതര പരാമർശം. PM ശ്രീയെ സംബന്ധിച്ച് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും സഖാവ് MA ബീബിയും സഖാവ് ഗോവിന്ദൻ മാഷുമാണ്. PM ശ്രീയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ ദേഷ്യപ്പെട്ട മുഖ്യമന്ത്രി. PM ശ്രീയിൽ എന്ത് ചർച്ചയാണ് നടന്നതെന്ന ചോദ്യത്തിന് പത്രപ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് മറുചോദ്യം. LDF-ൽ വീണ്ടും പോര് തുടങ്ങിയത് LDF രാഷ്ട്രീയം CPI-ക്ക് അറിയാമെന്ന ബിനോയിയുടെ പ്രസ്താവനയോടെ. ചെങ്കോട്ടയിൽ സ്ഫോടനം നടന്ന കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ തന്നെയെന്ന് DNA പരിശോധനയിൽ സ്ഥിരീകരണം. പദ്ധതിയിട്ടത് വിവിധ നഗരങ്ങളിൽ സ്ഫോടന പരമ്പരയ്ക്ക് എന്ന് NIA. അറസ്റ്റിലായ വനിതാ ഡോക്ടർ ഷഹീൻ സയീദ് പാക് ബന്ധമെന്ന റിപ്പോർട്ട്. ചികിത്സയിലുള്ള ഒരാൾ മരിച്ചതോടെ മരണസംഖ്യ 13ആയി. പാലക്കാട്ടെ ടെലിവിഷൻ പരിപാടിക്കിടെ PM മാർഷ് ഷോയെ പ്രശാന്ത് ശിവൻ പിടിച്ചു തള്ളിയതിൽ രാഷ്ട്രീയ വിവാദം. ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും രാഷ്ട്രീയ പ്രവർത്തനമെന്ന ആർഷോ. ഗുണ്ടകളെ നേതാവാക്കിയാൽ ഇതാകും ഫലമെന്ന CPIM ജില്ലാ സെക്രട്ടറി. ആർഷോ നിരന്തരം പ്രകോപനം ഉണ്ടാക്കുന്നയാളെന്ന് C കൃഷ്ണകുമാർ. കേരള സർവകലാശാലയിലെ ജാതി വിവേചനത്തിൽ ഓപ്പൺ ഡിഫൻസിലെ നിർണായക ദൃശ്യം ന്യൂസ് മലയാളത്തിന്. വിപിൻ വിജയന്റെ പ്രബന്ധത്തിൽ വകുപ്പ് മേധാവി വിജയകുമാരി തിരുത്തൽ ആവശ്യപ്പെട്ടത് ചെയർമാനെ മറികടന്ന്. വിജയകുമാരിയെ പരസ്യമായി തള്ളി ഓപ്പൺ ഡിഫൻസ് ചെയർമാൻ. പ്രകോപനം കടുത്തതോടെ വിപിൻ വിജയൻ മൈക്കെടുത്ത് മാറ്റുന്നതും ദൃശ്യങ്ങളിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കാണാതായതിൽ ജയശ്രീ 4ാം പ്രതി. A പത്മകുമാറിനെ ഉടൻ SIT ചോദ്യം ചെയ്തേക്കും. ഹാജരായില്ലെങ്കിൽ നേരിട്ട് കസ്റ്റഡിയിലെടുക്കാൻ നീക്കം. എറണാകുളം തൃക്കാക്കരയിൽ CPIM-നോട് നേർക്കുനേർ പോരിന് CPI. സിറ്റിംഗ് സീറ്റുകളിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കും. തീരുമാനം സിറ്റിംഗ് സീറ്റുകൾ CPIM വിട്ടു നൽകാത്തതോടെ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ CPI-CPIM സീറ്റ് തർക്കത്തിന് പരിഹാരം. കോഴിക്കോട് കോർപ്പറേഷനിൽ സംവിധായകൻ VM വിനു കോൺഗ്രസ് സ്ഥാനാർത്ഥി. KPCC ജനറൽ സെക്രട്ടറി PM നിയാസും പട്ടികയിൽ. 2ാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് 15 സ്ഥാനാർത്ഥികളെ. കോട്ടയം നഗരസഭയിൽ ലത്തിക സുഭാഷ് LDF സ്ഥാനാർത്ഥി. പ്രചാരണം പൊടിപൊടിക്ക് കാലുമാറ്റവും തകൃതി. പത്തനംതിട്ട അടൂരിലെ BJP-യിൽ ചേർന്ന കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ മായ കൃഷ്ണകുമാർ. BJP അംഗത്വം സ്വീകരിക്കാൻ LDF തൃശൂർ നടത്തറ ഡിവിഷൻ കൗൺസിലർ ഷീബ ബാബു. LDF-ലേക്ക് ചാടി കൂത്താട്ടുകുളം നഗരസഭയിൽ UDF അംഗം ദീപ ഷാജി. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടെ പാലക്കാട് CPIM-ൽ ഒളിപ്പോര്. ചിറ്റൂരിലെ സ്പിരിറ്റ് കടത്ത് കേസിൽ ജില്ലാ സെക്രട്ടറിക്കെതിരെ ഒളിയമ്പുമായി PK ശശിയുടെ FB പോസ്റ്റ്. ഇത്തരം പോസ്റ്റ് ഇടുന്നതുകൊണ്ടാണ് ശശി ബ്രാഞ്ചിൽ ഇരിക്കുന്നതെന്ന് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു.
പാലക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് ലൈംഗിക വിവാദത്തിൽ സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് കണ്ണാടി മണ്ഡലം കോൺഗ്രസ് യോഗത്തിൽ. പുറത്താക്കും വരെ പാർട്ടി ഓഫീസുകളിൽ കയറുമെന്ന് രാഹുൽ, പോയ വഴി കയറിയതാകുമെന്ന് DCC പ്രസിഡന്റ്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണ് ഒരാൾക്ക് ദാരുണാന്ത്യം. മരിച്ചത് പിക്കപ്പ് വാൻ ഓടിച്ച ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷ്. അപകടം ഗർഡർ സ്ഥാപിക്കുന്നതിനിടെ ജാക്കി തെന്നിമാറി. റിപ്പോർട്ട് തേടി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. കരാർ കമ്പനിക്കെതിരെ കേസ്. അരൂർ ഗർഡർ അപകടത്തിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ നിയോഗിച്ച് ദേശീയപാത അതോറിറ്റി. അന്തിമ റിപ്പോർട്ടിന് ശേഷം തുടർ നടപടിയെന്ന് NHAI. മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് കരാർ കമ്പനി. അടിയന്തര സഹായമായി 40,000 രൂപ കൈമാറി. തിരുവനന്തപുരത്ത് 60-കാരിയോട് അയൽവാസിയുടെ കൊടും ക്രൂരത. കല്ലുകൊണ്ട് തലയ്ക്കും ദേഹത്തും അടിച്ചു പൊട്ടിച്ചു. മർദ്ദനത്തിൽ പുലേന സ്വദേശിനി ഉഷയ്ക്ക് ഗുരുതര പരിക്ക്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. ബീഹാറിലെ ജനവിധി നാളെ അറിയാം. കൂട്ടിയും കിഴിച്ചും നെഞ്ചിടിപ്പോടെ മുന്നണികൾ. 10 എക്സിറ്റ് പോളിൽ 9 എണ്ണവും NDAയ്ക്ക് അനുകൂലം. പ്രവചനങ്ങളിൽ പതറാതെ മഹാസഖ്യം. പെരുമാറ്റച്ചട്ടം നവംബർ 16 വരെ നീട്ടി. സമഗ്ര ചിത്രവുമായി പ്രത്യേക തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൻ രാവിലെ 6 മുതൽ ന്യൂസ് മലയാളത്തിൽ. ഗുജറാത്തിൽ പശുവിനെ കൊന്നതിന് അത്യപൂർവ ശിക്ഷാവിധി. 3 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് അമ്രേലി സെഷൻസ് കോടതി. പ്രതികൾക്ക് 18 ലക്ഷം രൂപ പിഴയും ചുമത്തി. ജഡ്ജ് റിസ്വാന ബുഖാരി. ശിക്ഷ വിധിച്ചത് മൃഗസംരക്ഷണ നിയമപ്രകാരം എടുത്ത കേസിൽ. SIRൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരളത്തോട് ഹൈക്കോടതി. SIR കേസുകൾ സുപ്രീം കോടതിയാണ് പരിഗണിക്കുന്നതെന്നും കോടതി. നടപടികൾ നിർത്തിവെക്കാനാകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്തിന്റെ ഹർജി തള്ളണമെന്നും കമ്മീഷൻ കോടതി. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കണമെന്ന് സുപ്രീം കോടതി. ഇലക്ട്രിക് വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കണം. മറ്റു കാറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നും നിരീക്ഷണം. ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം ഗുരുതരമെന്നും കോടതി. മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് മുകുൾ റോയിയെ അയോഗ്യനാക്കി കൊൽക്കത്ത ഹൈക്കോടതി. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി. BJPയിൽ നിന്നും തൃണമൂലിലേക്കുള്ള ചേരിമാറ്റത്തിൽ മുകുൾ റോയി TMCയിൽ എത്തിയത് 2021. സമൂഹ മാധ്യമങ്ങളിലെ അശ്ലീല കമന്റുകൾക്കെതിരെ പ്രതികരിച്ച് വൈറൽ താരം ഗിരിജ ഓക്ക്. പ്രചാരണങ്ങളിലെ കാര്യമായി എടുക്കുന്നില്ലെന്നും ട്രെൻഡുകൾ മാറി മാറി വരുമെന്നും മറാഠി സിനിമാ താരം. അഭിമുഖ റീലുകളിൽ അതിസുന്ദരിയെന്ന സോഷ്യൽ മീഡിയ. സ്വിറ്റ്നി സ്വീനി എന്നും ഇന്ത്യൻ മോണിക്ക ബലൂച്ചി എന്നും കമന്റുകൾ. പാകിസ്ഥാനുമായുള്ള ചരക്ക് ഗതാഗതം അവസാനിപ്പിക്കാൻ അഫ്ഗാൻ. വ്യാപാരത്തിനും ഗതാഗതത്തിനും മറ്റു മാർഗം തേടാൻ നിർദ്ദേശിച്ച് താലിബാൻ. നടപടി രാജ്യത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാനെന്ന് സാമ്പത്തിക കാര്യമന്ത്രി മുല്ല അബ്ദുൽ ഖാനി ബരാദർ. പീഡോഫൈൽ ജെഫ്രി എപ്സ്റ്റീനുമായി ഡൊണാൾഡ് ട്രംപിന് ബന്ധമില്ലെന്ന് വൈറ്റ് ഹൌസ്. വിശദീകരണം കുട്ടികളെ ദുരുപയോഗം ചെയ്തത് ട്രംപിന് അറിയാമെന്ന ഡെമോക്രാറ്റിക് ആരോപണങ്ങൾക്കിടെ എപ്സ്റ്റീൻ കേസ് ഫയൽസ് പുറത്തുവിടുന്ന ബിൽ അടുത്ത ആഴ്ച ജനപ്രതിനിധി സഭയിലെത്തുമെന്ന് സ്പീക്കർ. ഇറാനിൽ അടുത്ത മാസവും മഴ പെയ്തില്ലെങ്കിൽ തലസ്ഥാനമായ ടെഹ്റാൻ ഒഴിപ്പിക്കേണ്ടി വരുമെന്ന് പ്രസിഡന്റ്. ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് തുടർച്ചയായ 6ാം വർഷവും വരൾച്ച നേരിടുന്നതിനെ തുടർന്ന് ജലവിതരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രേഖപ്പെടുത്തിയത് 92% മഴയുടെ കുറവ്. സിനിമാ വിജയാഘോഷവേളയിൽ പ്രണയം പരസ്യമാക്കി വിജയ് ദേവരകൊണ്ടയും രശ്മിക മന്ദാനയും. രശ്മികയെ പരസ്യമായി വിജയ് ചുംബിച്ചത് ഹൈദരാബാദിലെ ചടങ്ങിനിടെ. വിവാഹ നിശ്ചയ വാർത്ത പുറത്തുവന്ന ശേഷം പൊതുപരിപാടിയിൽ ഒന്നിക്കുന്നത് ആദ്യം.
രാജ്യത്തെ ജനസംഖ്യയിൽ OTT പ്രേക്ഷകരുടെ എണ്ണം 41% ഉയർന്നെന്ന് പഠനം. 60.12 കോടി OTT പ്രേക്ഷകർ. 4 വർഷം കൊണ്ട് OTT പ്രേക്ഷകർ ഇരട്ടിയായി. OTT പ്ലാറ്റ്ഫോമുകളിലെ വിപണി വരുമാനം 37,940 കോടി. ചെസ് ലോകകപ്പിൽ ഇന്ത്യക്ക് നിരാശ. കിരീട പ്രതീക്ഷയായ രമേഷ് ബാബു, പ്രജ്ഞാനന്ദ പുറത്ത്. 4ാം റൗണ്ടിലെ ടൈ ബ്രേക്കറിൽ തോൽവി. അർജുൻ എരിഗായ്സിയും ഹരികൃഷ്ണയും 5ാം റൗണ്ടിൽ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മുന്നേറാൻ ശുഭ്മാൻ ഗില്ലും സംഘവും. ആദ്യ മത്സരം നാളെ രാവിലെ 9:30 മുതൽ കൊൽക്കത്തയിൽ. വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത ആത്മവിശ്വാസത്തിൽ ടീം ഇന്ത്യ.